രാജമൗലി അദ്ദേഹത്തിന്റെ അടുത്ത പാൻ ഇന്ത്യൻ പടത്തിലും ഒരു പ്രധാന വേഷത്തിനായിട്ട് ബൈജു ചേട്ടനെ വിളിക്കാം. നമ്പർ ഉണ്ടായിരുന്നെങ്കിൽ വിളിച്ചാൽ എങ്ങനെയായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. അപ്പം ഹലോ ആര് സാർ, ഞാൻ രാജമൗലിയാണ്. നമ്മുടെ ഒരു പടത്തിലൊരു റോളുണ്ട്. എത്ര ദിവസത്തെ ഷൂട്ട് വരും? അതൊരു 4 ദിവസത്തെ. ഞാൻ അവിടെ ആരുമില്ലേ? 4 ദിവസത്തേക്കൊന്നും എന്നെ വിളിക്കണ്ട. അവിടെ നിന്ന് ആരെങ്കിലും പിടിച്ച് അഭിനയിപ്പിക്കുക. അല്ലാട്ട് അത് ചേട്ടൻ ചെയ്താലേ ശരിയാവുള്ളൂ. ചേട്ടന് വേണ്ടി ഞാൻ മനസ്സ് കണ്ടെഴുതിയാണ്. ശരി. അപ്പോൾ ഞാൻ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഞാൻ വാട്സപ്പ് ചെയ്യാം. ഒരു കാര്യം ഫ്ലൈറ്റ് ടിക്കറ്റും ബാക്കി കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. കഥ ഒന്ന് കേൾക്കണം, ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം. ഇതിന്റെ ബാക്കി വോയിസ് പറയണ്ട. ഇപ്പൊ രാജമൗലി അവിടെ ഇരിക്കാണല്ലോ. രാജമൗലി ഫോൺ വെച്ചിട്ടിരിക്കും. ഇതിപ്പോ രാജമൗലിക്ക് ഡൗട്ടായി പോവില്ലേ? ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പടത്തെ രാജമൗലി വിളിക്കുമ്പോഴത്തേക്കും അപ്പുറത്തൊരാള് വേറൊരു പരിപാടി. രാജമൗലി തമ്മിൽ പോവും. രാജമൗലിക്ക് പടം ഡ്രോപ്പ് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. മിക്കവാറും ഡയറക്ഷൻ നിർത്തി കളയും അതോടെ. രാജമൗലി ഒരിക്കലും എന്നെ വിളിക്കില്ല, അത് പോട്ടെ. ഞാൻ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തത്. ഞാൻ പറയും സാർ എന്ന് മുതലാണ് വേണ്ടത്. സ്ക്രിപ്റ്റ് കിട്ടിയാൽ നല്ലത്, തന്നാൽ കുറച്ചുകൂടെ നന്നായിട്ട് അഭിനയിക്കാൻ പറ്റും. സ്ക്രിപ്റ്റ് തന്നില്ലെങ്കിൽ ചിലപ്പോൾ അഭിനയം കുറച്ച് മോശമായിരിക്കും. ഏത് വേണോ നിങ്ങൾ തീരുമാനിക്കുക. കാശിൻ്റെ കാര്യമൊക്കെ പിന്നെ, കാശൊന്നും വലിയ വിഷയമല്ല. ഞാൻ പോവും അഭിനയിക്കാം. രാജമൗലി എന്ന് പറഞ്ഞാൽ ഞങ്ങളും ചാവുമൊന്നുമില്ല കേട്ടോ. അയ്യോ രാജമൗലി എന്നെ ഉടനെ ഫോൺ എടുത്തിട്ട് രാജമൗലി എന്നെ വിളിച്ചാണ്, അത് ഞാൻ പറയുന്നില്ല ആരുടെ അടുത്ത്. ഞാൻ പറയാം. ഞാൻ പാലക്കാട് ഒരു പടം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് തീർന്നാലേ എനിക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ. പാലക്കാട് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഇവിടെ കുട്ടിക്കാലത്തൊരു ചെറിയൊരു ഷോർട്ട് ഫിലിം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം ഡേറ്റിൻ്റെ കാര്യം. അതായിരിക്കും. രാജമൗലി ആയിരുന്നു അറിഞ്ഞുകൂടാ. രാജമൗലി വിളിക്കും. ഫസ്റ്റ് തിരിച്ച് അങ്ങോട്ട് സാധാരണ മ്യൂക്രിക്കാരാണ് രാജമൗലിയുടെ വോയിസിലൊക്കെ വിളിച്ച് പറ്റിക്കാറുണ്ട്. ആദ്യം അത് നോക്കും. പക്ഷേ മാന്യമായിട്ട് സംസാരിക്കും. ഓക്കെ സാർ, ചെയ്യാം സാർ. എന്നിട്ട് ഇത് ഞാൻ എവിടെ പോയി അന്വേഷിക്കും? ആരോട് പോയി ചോദിക്കും? പ്രവാസിനോട് ചോദിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ കാലകേനോട് ചോദിക്കാൻ പറ്റുമോ? രാജമൗലിയുടെ നമ്പർ തരാം. എന്നിട്ട് ഇവർ കാര്യം ഫ്ലൈറ്റിൽ കയറിയൊക്കെ പോവും. എനിക്കോ? ഇവനാണെങ്കിൽ ഒറ്റയ്ക്ക് അഭിനയിക്കും രാജമൗലിയോട്. എന്നെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ ഇനി പറ്റിക്കാനാണെങ്കിൽ പോലും എനിക്ക് അത് മതി. അതുകൊണ്ട് കുറച്ച് നാളത്തേക്ക് പോകും. ഞാൻ ഹാപ്പി ആയിരിക്കും.